മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിയുടെ കാർക്കശ്യം നിറഞ്ഞ നിലപാടുകളും പെട്ടെന്ന് ദേഷ്യം വരുന്ന ആ സ്വഭാവവും പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുകയും അതെല്ലാം ഗോസിപ്പ് കോളങ്ങളിൽ നിറയുകയും ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടിയുടെ വിമർശകർ പലപ്പോഴും അതൊരു ആയുധമാക്കി ഉപയോഗിക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും മമ്മൂട്ടിയുടെ ഈ പിടിവാശികൾ വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാകാറുമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമാണെന്നും അതൊന്നും ആരെയും ഉപദ്രവിക്കാനുള്ളതല്ലെന്നും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ പലരും പറയാറുണ്ട്. പടച്ചോൻ്റെ മനസ്സുള്ള വ്യക്തിയാണ് മമ്മൂട്ടിയെന്ന് അദ്ദേഹത്തിൻ്റെ പല സഹപ്രവർത്തകരും അദ്ദേഹത്തിൻ്റെ സ്നേഹോഷ്മളമായ സഹകരണത്തിൽ നിന്ന് പിന്നീട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ യുവ സംവിധായകരെയും യുവതാരങ്ങളെയും ഇത്രത്തോളം പിന്തുണയ്ക്കുന്ന മറ്റൊരു സീനിയർ നടനുമില്ല. തൻ്റെ പ്രഥമ ചിത്രം തന്നെ മമ്മൂട്ടി വെച്ച് സൂപ്പർ ഹിറ്റാക്കിയ സംവിധായകനാണ് ലാൽ ജോസ്. ലാൽ ജോസ് അസിസ്റ്റന്റ് ഡയറക്ടറായി ഇരിക്കുന്ന സമയത്താണ് മമ്മൂട്ടി മനസ്സിലാക്കുന്നത് ലാൽ ജോസിൻ്റെ കയ്യിൽ ഒരു കഥയുണ്ടെന്ന്. ലാൽ ജോസെ, തൻ്റെ ആദ്യ സംവിധാന സൗരംഭത്തിൽ ഞാൻ നായകനായി അഭിനയിക്കാമെന്ന് മമ്മൂട്ടി പറഞ്ഞു. പക്ഷേ ലാൽ ജോസ് മമ്മൂട്ടി പറഞ്ഞ ആ ഓഫർ സ്നേഹപൂർവ്വം നിരസിക്കുകയാണ് ഉണ്ടായത്. അതൊരിക്കലും അഹങ്കാരം കൊണ്ടായിരുന്നില്ല. മമ്മൂട്ടിയെ പോലുള്ള ഒരു വലിയ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സൂപ്പർ സ്റ്റാറിനെ വെച്ച് ഒരു സിനിമ ചെയ്യാനുള്ള ധൈര്യം അന്ന് തനിക്കില്ലായിരുന്നുവെന്ന് ലാൽ ജോസ് പറഞ്ഞു. പക്ഷേ മമ്മൂക്ക ലാൽ ജോസിനെ പ്രോത്സാഹിപ്പിക്കുകയും മമ്മൂട്ടി കൊടുത്ത ആത്മവിശ്വാസത്തിൽ ആദ്യ ചിത്രം മമ്മൂട്ടി വെച്ച് ചെയ്യുകയും ചെയ്തു. ഒരു മറവത്തൂർ കനവ് എന്ന ലാൽ ജോസിൻ്റെ ആ ആദ്യ ചിത്രം സൂപ്പർ ഹിറ്റായി മാറുകയും ചെയ്തു. മറവത്തൂർ കനവിൽ മമ്മൂട്ടിയുടെ നായികയായി എത്തിയത് ദിവ്യ ഉണ്ണിയായിരുന്നു. അതിൽ മമ്മൂട്ടിക്ക് അനിഷ്ടം ഉണ്ടായിരുന്നു. ആ ഒരു കാര്യത്തിൽ മമ്മൂട്ടി ലാൽ ജോസിനോട് പിണങ്ങി. അതിൻ്റെ പിന്നിലെ കാരണം ഇതായിരുന്നു. മമ്മൂട്ടിയും ദിവ്യ ഉണ്ണിയും തമ്മിൽ നല്ല പ്രായവ്യത്യാസമുണ്ട്. അതുകൂടാതെ തൻ്റെ മകൾ സുറുമയോടൊപ്പം ദിവ്യ ഉണ്ണിയും കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ടെന്നുള്ളത് മമ്മൂട്ടി ഒരു പ്രധാന കാരണമായി എടുത്തു പറഞ്ഞിരുന്നു. ദിവ്യ ഉണ്ണിയെപ്പോലെ ഒരു ചെറിയ കുട്ടി മമ്മൂട്ടിയുടെ നായികയായിട്ട് വരുമ്പോൾ ആളുകൾ അംഗീകരിക്കില്ല എന്നതായിരുന്നു മമ്മൂട്ടിയുടെ പ്രധാന ടെൻഷൻ. അദ്ദേഹത്തിൻ്റെ ആ വീക്ഷണം ശരിയുമായിരുന്നു. എന്നാൽ ഞങ്ങൾ ആ സമയത്തുള്ള ദിവ്യ ഉണ്ണിക്ക് അഡ്വാൻസ് തുക കൊടുത്തു കഴിഞ്ഞിരുന്നു. നായിക ദിവ്യ ഉണ്ണിക്ക് മമ്മൂട്ടിയോടുള്ള ഇഷ്ടം മനസ്സിനുള്ളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു ഇഷ്ടം മാത്രമാണെന്നും പ്രായവ്യത്യാസം ചർച്ചയായി വരാനുള്ള സാധ്യതയില്ല എന്നും തനിക്ക് അറിയാമായിരുന്നെന്നും ലാൽ ജോസ് പറഞ്ഞു. അത് പലപ്പോഴും മമ്മൂട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ മമ്മൂട്ടിക്ക് അത് ഉൾക്കൊള്ളാനായില്ല. മമ്മൂട്ടി സജസ്റ്റ് ചെയ്തത് തമിഴ് നടി റോജിയെ ആയിരുന്നു. പക്ഷേ താൻ ദിവ്യ ഉണ്ണിയിൽ ഉറച്ചു നിന്നു. മമ്മൂട്ടി നായികയുടെ കാര്യത്തിൽ അന്നേരം ഹാപ്പി ആയിരുന്നില്ല എന്നും ലാൽ ജോസ് പറയുന്നു. പക്ഷേ സിനിമ ഇറങ്ങിയപ്പോൾ എല്ലാ കഥാപാത്രങ്ങളെയും പ്രേക്ഷകർ സ്വീകരിക്കുകയും സിനിമ വമ്പൻ ഹിറ്റാകുകയും ചെയ്തു.